ഏതറിയില്ല ഏതറിയില്ല ഏലമണിക്കാട്ടിലെ മനം കുറവാ ഏലമണിക്കാട്ടിലെ മനം കുറവാ നീലക്കുറുമ്പല്ലിലോ കുട്ടിക്കടലിലോ അല്ലിമലനിലോ ഞാൻ മയങ്ങി ഏതറിയില്ല ഏതറിയില്ല ഏലമണിക്കാട്ടിലെ മനം കുറവാ ഏലമണിക്കാട്ടിലെ മനം കുറവാ. ഹായ് മക്കളെ, അപ്പോഴും അമ്മയുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ മക്കൾക്കും സ്വാഗതം. എല്ലാ മക്കളും രാവിലെ ചായ ഒക്കെ കുടിച്ചോ? അപ്പം അമ്മ രാവിലെ ഇതേ കട്ടൻ ചായ കുടിക്കുകയാണ്. അമ്മ രാവിലെ കട്ടൻ ചായ കുടിക്കണം. അമ്മയ്ക്ക് ഇത് രാവിലെ നല്ല തലവേദന, അപ്പം തലവേദനയ്ക്ക് നല്ലൊരു കട്ടൻ ചായ വേണം. അപ്പം അമ്മ കട്ടൻ ചായ കുടിക്കട്ടെ. അപ്പം അമ്മ രാവിലത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഉഴച്ചു കുഴക്കട്ടാണ്. ഉഴച്ചു കുഴക്കട്ടെന്നത് നമ്മൾ ഉണ്ട പിടിക്കണ്ട, കോരി ഒഴിച്ചുണ്ടാക്കുന്ന കുഴക്കട്ടയാണ്. അപ്പോൾ അതിന് അവിടെ വെള്ളം വെച്ച് തിളച്ച് കുറച്ച് ഉപ്പ് ഇട്ട് ഇതിനകത്തോട്ട് അരിപ്പൊടി, നമ്മൾ ചൂട് വെള്ളം, അരിപ്പൊടി, തേങ്ങ, ഉപ്പ് ഇത്രയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ വെള്ളം തിളച്ച് അവ കോരി ഒഴിക്കുകയാണ്. ഇങ്ങനെയാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കണ്ട. കൈവച്ചെടുക്കണ്ട. ഇങ്ങനെ കണ്ട വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടക്കും. ഇതാണ് ഒഴിച്ചു കൊടുക്കട്ടെ. ഇതാണ് നമ്മൾക്ക് രാവിലത്തെ ആഹാരം. നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ആഹാരം ഇതാണ്. ചിലവർ ജീരകം ചേർക്കും. മെയിൻ ജീരകം ചേർത്തില്ല. ജീരകം ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അമ്മയുടെ ഒഴിച്ചു കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ ഒഴിച്ചു കുഴക്കട്ട. അമ്മ എപ്പോൾ കഴിക്കാൻ പോകണം. അമ്മയ്ക്ക് നല്ല വിശക്കുന്നു. എല്ലാ മക്കളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? ഉണ്ടോ? ഇങ്ങനെ ഇല്ല, ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇത് പണ്ട് ഉള്ള ആൾക്കാർ കല്ലേ വെച്ചിട്ട് പച്ചരി അരച്ച് ജീരകം അരച്ച് തേങ്ങയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കുഴക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയുടെ ഒരു മുറിവ്, എൻ്റെ ഒരു മുൻമുത്തശ്ശി ഇതൊക്കെ ഒഴിച്ചു കുഴക്കട്ട ഉണ്ടാക്കുമായിരുന്നു. അപ്പം അമ്മയുടെ ഒഴിച്ചു കുഴക്കട്ട അമ്മ കഴിക്കാൻ പോവുകയാണ്. ചൂടുണ്ട് വെള്ളം. കുറച്ച് പഞ്ചാര ഇട്ടിട്ടുണ്ട്. നല്ല രുചിയുണ്ട്. അമ്മ കഴിക്കട്ടെ. അപ്പം എല്ലാ മക്കളും രാവിലെ ആഹാരമൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോഴേ അമ്മ കുറച്ച് കുരുന്ന് ഇന്നലെ കടയിൽ പോകുമ്പോൾ മേടിച്ചായിരുന്നേ. ഈ പരിപ്പിൻ്റെ അറ്റത്തുള്ള സാധനമേ, അത് അമ്മ താണ്ടെ ചെറുതായിട്ട് ഉപ്പിട്ടൊന്ന് വറുത്തേ. ചിലവർ ഇതിങ്ങനെ വറുത്തിട്ട് ഉപ്പിടാതെ വറുത്തിട്ട് ശർക്കരയും തേങ്ങ തിരിച്ച് കഴിക്കും. അത് നല്ല നല്ല ടേസ്റ്റാണ് അത്. പക്ഷെ അതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ വറുത്ത് കഴിക്കുന്നത്. അപ്പം അമ്മ ഇത് കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ കഴിച്ച് നോക്കണം വറുത്തിട്ട് കേട്ടോ. നല്ല രുചിയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ ഇത് കഴിക്കാം. നല്ല 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 രസമാണ് കഴിക്കാൻ. അമ്മ കുറച്ച് ചെടികൾ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് നടാനുള്ള പരിപാടികളാണ്. അപ്പോൾ അതിനുള്ള മണ്ണ്, നമ്മൾ ആ മണ്ണ് നിറച്ചും കല്ല്. അപ്പം മണ്ണ് ഇടഞ്ഞ് കല്ലെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതെല്ലാം നട്ടിട്ട് കാണിക്കാം. അമ്മ മേടിച്ചുകൊണ്ട് വന്ന ചെടികളെല്ലാം ചെടിച്ചട്ടികളിനകത്ത് വെച്ച് അമ്മ ഇവിടെ ഒരു അഴുക്ക് ഇറക്കുന്നു. ഇതൊക്കെ ഒരു കഴുകി ഇറക്കുകയാണ്. ഇവിടൊക്കെ ഇതൊന്ന് വൃത്തിയാക്കണം. അമ്മയ്ക്ക് ഇവിടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതാണ് അമ്മ മേടിച്ച ചെടികൾ. റോസാക്കമ്പ കൂടുതലും അമ്മ വാങ്ങിച്ചതെല്ലാം കുറച്ച് കൂടുതൽ റോസാക്കമ്പ. പിന്നെ അമ്മയുടെ നട്ടുപിടിപ്പിച്ച ചെമ്പരത്തി കമ്പുകളും ഉണ്ടായിരുന്നു. അതും എല്ലാം ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മ ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം കാണിക്കാം.
അപ്പോഴേ മക്കളെ അമ്മ ചെടിയൊക്കെ നട്ടത് കാരണം ഇന്ന് അവിടെയൊക്കെ പോയത് കാരണം അമ്മ ഇന്ന് ചോറ് വെച്ചില്ലായിരുന്നു. അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഊണ് മേടിച്ചുകൊണ്ടിരുന്നു. അപ്പം അമ്മ ചെടിയെല്ലാം നട്ട് തീർന്നതിന് ശേഷം ഊണ് കഴിക്കാൻ പോവുകയാണ്. നല്ല ചോറാണ്, നല്ലൊരു പുളിച്ചോറായിരുന്നു. തോനെ ചോറും ഉണ്ടായിരുന്നു. രാത്രിത്തേക്കും ഉണ്ട് അമ്മയ്ക്ക് ചോറ്, നല്ല പുളിശ്ശേരി, പരിപ്പ് കറി, കാത്തോരൻ, പിന്നെ നമ്മുടെ ഇത് പച്ചടി, വെള്ളരിക്ക പച്ചടി, മുട്ടക്കുള്ള ചോറ്, കപ്പ, അച്ചാർ, പിന്നെ രസം, സാമ്പാർ. അപ്പോൾ ഇത്രയും വിഭവങ്ങളുണ്ട്. അപ്പോൾ പോലെ ചോറുമുണ്ട്. 70 രൂപയേ ഉള്ളൂ ഈ ഊണിന്. നല്ല വൃത്തിയുള്ള ഹോട്ടലായിരുന്നു. നല്ല ഭക്ഷണം, പെണ്ണുങ്ങൾ പാചകം ചെയ്ത് നല്ല ഭക്ഷണമായിരുന്നു. അപ്പം അമ്മ ഊണ് കഴിക്കട്ടെ. എല്ലാ മക്കളും ഊണൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ഊണ് കഴിക്കട്ടെ. അമ്മയ്ക്ക് വിശക്കുന്നു. ഊണ് കഴിച്ചിട്ട് കാണാം. അമ്മ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് തൊഴാൻ. ഇതാണ് അമ്മയുടെ കുടുംബക്ഷേത്രം. ഇതാണ് അമ്മയുടെ കുടുംബക്ഷേത്രം. മക്കളെ എപ്പോൾ അമ്പലത്തിൽ പോയിട്ട് അമ്മ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് അമ്മ കാണേ പ്ലംസ് വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അപ്പോൾ പ്ലംസ് കഴിക്കുക. നിങ്ങൾക്ക് ആ പ്ലംസ് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിലില്ല, ഞാൻ കഴിക്കുക. വീട്ടിൽ വന്നാൽ തരാം. അപ്പോഴേ അമ്മയിൽ നിന്ന് മേടിച്ച ചെടികളാണ് ഇതെല്ലാം. കണ്ട അമ്മയുടെ റോസക്കുട്ടന്മാർ. അമ്മയുടെ റോസക്കുട്ടന്മാർ അമ്മ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ഒരു കൂട്ടം കാണിച്ചു തരാട്ടെ. ഇതാണ് അമ്മയുടെ സുന്ദരിപ്പൂ. നല്ല ഭംഗിയാണ് ഈ പൂവാണ്. ചുന്തരിപ്പൂ. അമ്മയുടെ ചുന്തരിമണിയാണ് ഇത്. ചുന്തരിമണി, നല്ല ചുന്തരിമണിയാണ്. കണ്ട പിന്നെയുണ്ട് കണ്ട ഈ പൊന്നു മക്കളെ ഇങ്ങനെ തടവുന്നുണ്ടല്ലോ. നല്ല സന്തോഷമാണ്. ഇനിയുണ്ട് കണ്ട ഇത് ചുന്തരിമണിയെ കണ്ട. മക്കളെ എല്ലാവരും രാത്രി ആഹാരം കഴിച്ചു. അപ്പം അമ്മ രാത്രി ആഹാരം കഴിക്കാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് മേടിച്ച ചോറിൻ്റെ പാഴൊഴിച്ച ചോറ്, സാമ്പാർ, തൈര്, പിന്നെ തോരൻ, കാത്തോരൻ, പച്ചടി, ചീനി, നാരങ്ങാച്ചാറ്. അപ്പം അമ്മയൊരു മുട്ടയും കൂടി പൊരിച്ചിട്ടുണ്ട്. ഇത്രയാണ് അമ്മയുടെ രാത്രിത്തെ ആഹാരം. ചോറ് പക്ഷെ ഒരുപാടുണ്ട്. ഇത്രയും ചോറ് അമ്മ കഴിക്കത്തില്ല. അമ്മ കഴിക്കട്ടെ. കുറച്ച് തൈരും സാമ്പാറും ഒരു മുട്ടയും എല്ലാം കൂടെ ചേർത്ത് വയ്ക്കാം. എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ചോ? അപ്പം അമ്മ കഴിക്കട്ടെ. എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അമ്മ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.